പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. നമ്മുടെ കർത്താവിന്റെ ദനഹാ തിരുനാൾ കഴിഞ്ഞ ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയാണെന്ന്. നാളെ മുതല് തിരുസഭ മൂന്ന് നോയമ്പിന്റെ വ്രതശുദ്ധിയിലേക്ക് കടക്കുന്ന പുണ്യദിനങ്ങൾ. ചരിത്രപ്രസിദ്ധമായ കടുത്തുരുത്തി, കുറവിലങ്ങാട്, കല്ലിശ്ശേരി പള്ളികളില് മൂന്ന് നോമ്പ് വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന വ്രതശുദ്ധിയുടെ പുണ്യദിനങ്ങൾ. ആ ദിനങ്ങളിലേക്ക് കടക്കുന്ന നമുക്ക് ഇന്നത്തെ സുവിശേഷ ചിന്ത ഒരുപക്ഷേ നിനിവേ നിവാസികളെ പോലെ കർത്താവിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് നമുക്കുള്ള ധ്യാന ചിന്തകൾ. സ്നാപക യോഹന്നാൻ മരുഭൂമിയിലാണ്. മരുഭൂമിയിലായിരിക്കുന്നവരുടെ അടുത്തേക്കാണ് ആളുകളെല്ലാം സമ്പന്നതയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഓടിയെത്തുന്നത്. മരുഭൂമിയിലെ യോഹന്നാന്റെ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മിനിമം വസ്ത്രവും ഭക്ഷണവുമാണ് അവന്റെ ജീവിതക്രമമെന്ന് വചനം നന്നായി സാക്ഷിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സമ്പന്നതയിൽ നിന്ന് മിതത്വത്തിലേക്കുള്ള വരവ്, സമ്പാദ്യത്തിൽ നിന്നും തങ്ങളുടെ സ്വത്വത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് ആ ജനങ്ങളെല്ലാം നടത്തുന്നത്. നിക്കോദെമോസും നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ ബൈബിൾ കഥാപാത്രമാണല്ലോ. നിക്കോദെമോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം പീപ്പിൾസ് വിക്ടറി, ജനങ്ങളുടെ വിജയം. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. നിക്കോദെമോസ് ആരായിരുന്നെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യഹൂദ പ്രമാണി, സാൻഹദ്രിൻ പ്രതിനിധി, നിയമപണ്ഡിതൻ, ജനങ്ങളുടെ മനസ്സ് നന്നായി വായിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ. അതിനേക്കാളെല്ലാം ഉപരി എനിക്ക് നിക്കോദെമോസിനെ കുറിച്ച് ഇത് പറയാനാണ് ഇഷ്ടം. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗലീലിക്കാരൻ. പ്രിയപ്പെട്ടവരെ, അവൻ വരുന്നത് രാത്രിയിലാണ്. ഒരുപക്ഷേ സ്നാപകനിൽ നിന്നും ജലം കൊണ്ട് സ്നാനം സ്വീകരിച്ചവനായിരിക്കാം നമ്മുടെ നിക്കോദെമോസും. ഈശോയില് ഒരു അമാനുഷികത കണ്ടവനാണ് നിക്കോദെമോസ്. അതുകൊണ്ടാണ് അവൻ റബ്ബി എന്ന് സംബോധന ചെയ്യുന്നത്. അവിടുന്ന് അതുല്യനാണ്, അമാനുഷികനാണെന്നൊക്കെ നന്നായിട്ട് അറിഞ്ഞ നിക്കോദെമോസ് യേശുവിന്റെ അടുത്ത് വരികയാണ്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നിക്കോദെമോസും യേശുവും തമ്മിലുള്ള രാത്രിയിലെ സംഭാഷണം നീണ്ട സംഭാഷണമാണ്. പക്ഷേ സുവിശേഷകനായ യോഹന്നാൻ വളരെ ചുരുക്കിയാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഉള്ളടക്കം ഇതാണ്, പാഠം ഇതാണ്: വീണ്ടും ജനനം. വെളിച്ചത്തിൽ നീ ക്രിസ്തുവിനെ അനുഗമിക്കുക. അതിന് നീ വീണ്ടും ജനിക്കണം. നിന്റെ പഴയ നന്മകളിലേക്ക് നീ തിരിച്ചു നടന്നുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള പാഠം. നിക്കോദെമോസിന്റെ വാക്കുകളിൽ ബോധ്യത്തിന്റെ വലിയ ദൃഢത നമുക്ക് കാണാം.
ഉള്ളിൽ വെളിച്ചം പേറി നടന്ന മനുഷ്യനായിരുന്നു അവൻ. ചുറ്റും ഇരുട്ടായിരുന്നെങ്കിലും നമുക്കും ഇത് വലിയ വെല്ലുവിളിയാണ്, പാഠമാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്നിന്റെ ഈ ആധുനിക യുഗത്തിൽ നാം ഉൾപ്പെടുന്ന ചുറ്റുപാടുകളും മുഴുവൻ ഇരുട്ടാണ്. ക്രിസ്തുവിനെ പേറി നടക്കുന്ന, ക്രിസ്തുവിനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നമുക്ക് നിക്കോദെമോസിനെ പോലെ ഉള്ളിൽ വെളിച്ചം പേറി നടന്ന് അവരന് ക്രിസ്തുവിനെ കൊടുക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ശൈലി, അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ബോധ്യം. ആമേൻ.